തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ കേന്ദ്ര ബഡ്ജറ്റ് ബി ജെ പിക്ക് തിരിച്ചടിയായിരുന്നു. ബി ജെ പിക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലായി കേന്ദ്ര ബഡ്ജറ്റ്. ഇപ്പോഴത്തെ ബി ജെ പി നേതാവ് എൻ രാധാകൃഷ്ണൻ പാതിവില തട്ടിപ്പ് കേസിൽ പ്രതിയായിരിക്കുന്നു. പാതിവില തട്ടിപ്പ് കേസിൽ ബി ജെ പി നേതാവ് എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പാതിവിലയ്ക്ക് ഇരുചക്ര വാഹനം വാഗ്ദാനം ചെയ്ത് 63,500 രൂപ തട്ടിയെടുത്തെന്ന പറവൂർ സ്വദേശിനിയുടെ പരാതിയിൽ തൃക്കാക്കര പോലീസാണ് എൻ രാധാകൃഷ്ണനെതിരെ കേസെടുത്തത്. പരാതിയെക്കുറിച്ച് അന്വേഷിച്ച് വരികയാണെന്നും തുടർ നടപടികൾ വൈകാതെ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി. 2024 പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം എന്ന വാഗ്ദാനവുമായി രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന സൊസൈറ്റി ഫോർ ഇൻ്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദി നേഷൻ്റെ പ്രതിനിധിയായ ചെങ്ങമനാട് സ്വദേശി പരാതിക്കാരിയെ സമീപിക്കുന്നത്. ഇരുചക്ര വാഹനം നൽകുന്നതിന് 50% സാമ്പത്തിക സഹായം നൽകുമെന്നായിരുന്നു വാഗ്ദാനം. തുടർന്ന് നാട്ടിലെ പലരെയും പോലെ ഇവരും പണം നൽകി. 63,500 രൂപ നൽകിയതിന് ഇവർക്ക് റെസിപ്റ്റും ലഭിച്ചു. 2 വർഷമായി സ്കൂട്ടറും ലഭിച്ചില്ല, പണവും ലഭിച്ചില്ല. ഇതേ തുടർന്നാണ് പരാതിക്കാരി പോലീസിനെ സമീപിച്ചത്. 40,000-ലേറെ പേരെ ഇങ്ങനെ എൻ രാധാകൃഷ്ണൻ്റെ കമ്പനി വഞ്ചിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. 40,000-ലേറെ പേരെ വഞ്ചിച്ചുവെങ്കിലും പരാതി നൽകിയിരിക്കുന്നത് 1,300ഓളം പേർ മാത്രമാണ്. എന്തായാലും എൻ രാധാകൃഷ്ണൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന പരാതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാനും രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്യാനും ഒരുങ്ങുകയാണ് പോലീസ്. ബി ജെ പി നേതാവ് എന്ന നിലയിൽ എൻ രാധാകൃഷ്ണൻ്റെ കമ്പനി പലവിധ തട്ടിപ്പുകൾക്കും പല തട്ടിപ്പുകളും നടത്തുന്നുണ്ടെന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അതൊക്കെ അങ്ങ് അപ്രത്യക്ഷമായി പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ രാധാകൃഷ്ണൻ കൃത്യമായി കുടുങ്ങിയിരിക്കുകയാണ്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. അതാണ് ഇപ്പോൾ രാധാകൃഷ്ണന് പറ്റിയിരിക്കുന്നത്. എൻ രാധാകൃഷ്ണൻ കുറേ കാലമായി ബി ജെ പിയുടെ ഒരു ഗ്രൂപ്പിൻ്റെ നേതാവാണ്. എൻ രാധാകൃഷ്ണനും പി കെ കൃഷ്ണദാസും അടക്കമുള്ള ഒരു ഗ്രൂപ്പ് ബി ജെ പിയിൽ സജീവമാണ്. ഈ സാഹചര്യത്തിലാണ് രാധാകൃഷ്ണനെതിരെ പരാതി വന്നിരിക്കുന്നത്. എൻ രാധാകൃഷ്ണൻ്റെ ഈ കമ്പനി പല വിധത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. ഇവൻ്റ് മാനേജ്മെൻറ്റ് അടക്കമുള്ള പല പരിപാടികളും ഈ കമ്പനി നടത്തുന്നുണ്ട്. ഇവൻ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് പല രീതിയിലുള്ള തട്ടിപ്പുകളും നടത്തുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് എൻ രാധാകൃഷ്ണനെതിരായ കേസ്. കാരണം ബി ജെ പിയുടെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. മുതിർന്ന നേതാക്കളിൽ ശ്രദ്ധേയനുമാണ് അദ്ദേഹം. പലപ്പോഴും ബി ജെ പി ലൈനിന് വിരുദ്ധമായി രാധാകൃഷ്ണൻ സഞ്ചരിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. സംഘപരിവാർ നിയന്ത്രിക്കുന്ന ബി ജെ പിയെ എൻ രാധാകൃഷ്ണൻ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. തൻ്റേതായ രീതിയിൽ തൻ്റേതായ പ്രവർത്തന ശൈലി രാധാകൃഷ്ണൻ തുടർന്നിരുന്നു. മാത്രമല്ല, വലിയ ബിസിനസ് സാമ്രാജ്യവും കൊച്ചിയിൽ രാധാകൃഷ്ണൻ വളർത്തി. ആ ബിസിനസ് സാമ്രാജ്യം മുഴുവൻ തട്ടിപ്പുകളുടെ സാമ്രാജ്യമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബിസിനസ് സാമ്രാജ്യം മുഴുവൻ തട്ടിപ്പ്. പലരുടെയും രക്തത്തിൽ ചവിട്ടി, വിയർപ്പിൽ ചവിട്ടി രാധാകൃഷ്ണൻ ഉയർത്തിയ ബിസിനസ് സാമ്രാജ്യം തകർന്നു വീഴും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. എന്തായാലും പോലീസ് അന്വേഷണം കർക്കശമാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയൊക്കെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ച സാഹചര്യം രാധാകൃഷ്ണനുണ്ട്. അതുകൊണ്ട് ഭരണപക്ഷത്തിൽ നിന്ന് ഒരു നീതിയും രാധാകൃഷ്ണന് പ്രതീക്ഷിക്കേണ്ട. ബി ജെ പിയിലെ ഒരു വിഭാഗത്തിനും അദ്ദേഹം ശത്രുവാണ്. അതുകൊണ്ട് ബി ജെ പിയിലെ പ്രബല വിഭാഗം രാധാകൃഷ്ണനെ പിന്തുണയ്ക്കില്ല ഈ പ്രശ്നത്തിൽ. കാരണം ഇത് കേസ് തട്ടിപ്പാണ്.
തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. പാതിവില തട്ടിപ്പ്. എന്തായാലും പാതിവില തട്ടിപ്പിൽ എൻ രാധാകൃഷ്ണൻ കുടുങ്ങുമ്പോൾ ബി ജെ പിയുടെ ഇലക്ഷൻ മോഹങ്ങൾ കരിയുക കൂടിയാണ്.